ഒരുങ്ങി നടക്കുന്നില്ല എന്നുള്ള കെട്ടിയോൻ്റെയും കുട്ടിയുടെ പരാതിയും തീർത്തു കൊടുത്താലോ. അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അതിന് തന്നെ മോയ്സ്ചറൈസർ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കാജിലെടുത്ത് കണ്ണ് നന്നായിട്ടൊന്ന് എഴുതി കൊടുത്ത് ഇനി ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കോമ്പാക്ട് പൗഡർ എടുത്തിട്ടുണ്ട്, അത് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഓർത്തത് ലിബാം ഇട്ടില്ല എന്ന്. അങ്ങനെ പോയിട്ട് ലിബാം ഒക്കെ എടുത്തിട്ട് ഹെയർ ഇതായി ഇതുപോലൊന്ന് കെട്ടി കൊടുക്കാനാണ് വിചാരിക്കുന്നത്. വേഗം പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കേട്ടോ. ഇനി NYBയുടെ സ്ട്രോപ്പ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ മൂക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഡിഫറൻസ്. നല്ല ഗ്ലോ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. ഇതിനകത്ത് ചിലപ്പോൾ ഞാൻ ഒരു ലെഗിൻസ് കൂടെ പെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കളർ ആയിക്കോട്ടെ, അങ്ങനെ വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്താണ്ട് ഈ ഒരു കളറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കളർ ലെഗിൻസ് ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കമ്മൽ ഞാൻ കൊടൈക്കനാൽ പോയപ്പോൾ പണ്ട് വാങ്ങിയതാണ് കേട്ടോ. അതെന്തായാലും ഇപ്പോൾ ഉപകാരപ്പെട്ട്. ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും മതിയായിരുന്നു. എന്നാൽ പിന്നെ ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കാൻ തോന്നിയിട്ട് ഒരു ബ്ലാക്ക് കളർ പൊട്ടും കൂടെ വെച്ച് കൊടുത്ത്. പിന്നെ കിക്കിമോടെ കഴുത്തേ കിടന്ന മാല അടിച്ച് മാറ്റി അതും കൂടി ഇട്ടിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട് അപ്പം ഞാൻ വേഗം പോയിട്ട് വരാം കേട്ടോ. ബൈ ബൈ.